അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറയൽ കൊണ്ടും കരുതൽ കൊണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചില ഘട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ മുർത്തത്താവുക, ഇസ്ലാം എന്ന് പുറത്തു പോകുക. പ്രായപൂർത്തിയും ബുദ്ധിയും സ്വയം ഇഷ്ടപ്രകാരവും ഉള്ളവരിൽ നിന്നാണ് മുർത്തത്ത് സംഭവിക്കുക. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാലും, ബുദ്ധിയില്ലാത്തവർ ഭ്രാന്തന്മാർ വല്ലതും പറഞ്ഞാലും, ഉറങ്ങിക്കിടന്ന് ഉറക്കിൽ പറഞ്ഞാലൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്നർത്ഥം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാമിന്റെ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് മസ്തായവൻ, മദ്യപാനം, ലഹരി ഉപയോഗിച്ച് മസ്തായിട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുർത്തത്താകും. എന്നാൽ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് വല്ലതും പറയേണ്ടി വന്നാൽ മുക്കർഹ് എന്ന് പറയപ്പെടും. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. ഒരാൾ ഇന്ത്യ രാജ്യത്ത് പല പ്രദേശത്തും കേരള ഉത്തരേന്ത്യയിൽ ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിളിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊല്ലുന്ന വളരെ കിരാതമായ ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ വാർത്താ ചാനലുകളിലൂടെ കാണാറുണ്ട്. ഇത് മുക്രഹാണ്, നിർബന്ധിക്കപ്പെട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവനത് വിളിച്ചാൽ അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഒരാൾ പറയുകയാണ്, ഞാൻ ഇസ്ലാമിനെ മുറിച്ചു. അവൻ ലക്ഷ്യം വെക്കുന്ന പെൺകുട്ടി അവന്റെ മതത്തിൽപ്പെട്ടവനല്ല. ആ മതത്തിൽ നിന്ന് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെങ്കിൽ അവൻ ഇസ്ലാം ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് വരുന്നു എന്ന് സൂചന കൊടുക്കണം. ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓൻ തൽക്കാലം പറഞ്ഞതാ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്ലാം എന്ന് പോകും എന്നവൻ പറഞ്ഞാൽ ആ പറയുന്ന ആ സ്പോട്ടിൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ അറിയപ്പെട്ട കാര്യത്തിന് നിഷേധിച്ചാല്, ഇതുപോലെ കള്ളു കുടിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യമാണ്, ഹറാമാണ് എന്നുള്ളത്. ഒരാൾ പറഞ്ഞു, അത് ഹറാമൊന്നുമില്ല, ലഹരി ഹറാമാണ്. എന്ത് ഹറാമ്? അതൊന്നുമില്ല, അതൊക്കെ ഓരോ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി മുൻകൂട്ടി പറഞ്ഞു വെച്ചതാ, അത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ലഹരി പദാർത്ഥങ്ങൾ എന്താവട്ടെ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സുന്നത്തായ, അടിസ്ഥാനപരമായി ഹബീബിൽ നിന്ന് വന്നതായ ഒരു സുന്നത്തായ പ്രവർത്തനം, അതൊന്നും സുന്നത്തൊന്നുമില്ല, അതൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരാൾ പറഞ്ഞാൽ, അങ്ങനെ പ്രവർത്തിച്ചാൽ, പറയുകയും ചെയ്യുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും. അതുപോലെ അസംഭവ്യമായ കാര്യം ഒരാൾ താലീക്ക് ചെയ്തു. ഒരാൾ പറയാണ്, ഞാന് അമേരിക്കന്റെ പ്രസിഡന്റ് ആയാൽ ഏതൊരാൾ പറയാനുണ്ടോ ഞാൻ ക്രിസ്ത്യാനിയാകുമെന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അത് സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് കൂട്ടിക്കോ. എന്നാൽ പോലും ആ ഒരു വാക്കിലൂടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങളൊന്നും അല്ലാഹുവിന് അറിയില്ല, എല്ലാം കൂടിയൊന്നും റബ്ബിന് അറിയില്ല എന്നൊരാൾ പറഞ്ഞാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു കാര്യത്തിന് നിഷേധിച്ചു. ഉദാഹരണം, റിബ, പലിശ എന്നുള്ളത് ഹറാമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട പല മേഖലകളും നമ്മുടെ ചുറ്റിപ്പറ്റി ഉണ്ടാകുമ്പോൾ ഒരാൾ പറഞ്ഞു, അതൊന്നും ഇപ്പൊ ഹറാമൊന്നുമില്ല, അങ്ങനെ ഇപ്പൊ കണക്കൂട്ടി അവിടെ ഒന്നും നടക്കൂല എന്നൊരാൾ പറഞ്ഞു. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ അവനും കിട്ടും, ശരിയാ. പക്ഷെ അത് ഹറാമില്ലെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ മുസ്ലിമായി ജീവിക്കാൻ ഉദ്ദേശിച്ച ഒരാളോട് ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, ഇജ് മുസ്ലിം ആകൊന്നും വേണ്ട, ഇജിപ്പോ എന്റെ മതത്തിൽ തന്നെ കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന് മുസ്ലിം നാമധാരിയാണെങ്കിൽ ആ വാക്കുകൊണ്ട് തന്നെ അവൻ പുറത്തു പോകും. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു, ഈ അള്ളാഹ് എപ്പോഴും എനിക്ക് എതിരാണ്, ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് അപ്പോൾ പൊളി, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും, എന്തൊരു ഏർപ്പാട് തുടങ്ങി വെച്ചാലും അതൊന്നും വിജയിക്കണില്ല, ഈ അള്ളാഹ് നമ്മളോട് ചെയ്യുന്ന വലിയ ദുൽമാണ് എന്നൊരാൾ പറഞ്ഞു. നഊദു ബില്ലാഹ്, അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ കരുതിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പല കാര്യങ്ങളും അതിൽ നബിക്ക് വീഴ്ച പറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നബി അങ്ങനെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ
മറ്റൊരാൾ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന വാക്കാണ്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും തൻ്റെ സ്വാർത്ഥമായ തൻ്റെ പ്രവർത്തന ബോധക്കുള്ള മികവിന് വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞു, എല്ലാ മതങ്ങളും കണക്കാണ്, ഒക്കെ കണക്കന്നെ, എല്ലാ മതം കണക്കന്നെയാണ്, എല്ലാവരും പൊള്ളയാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ചില വ്യക്തികളുടെ അരുതായ്മ കണ്ടതിൻ്റെ പേരിൽ എല്ലാ മതവും കണക്കാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഉടൻ തന്നെ ആ വാക്കിലൂടെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്പം സ്വല്പമാണ് ഞാൻ പറഞ്ഞു തന്നത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനിയും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പരിശുദ്ധ ദീന് പഠിക്കാൻ, അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.